கையில காது ரெண்டும் பூனமணி 92.7 FM Radio Mirchi, New Jersey, South. ഇത് നമ്മൾ പവർ കൊടുക്കുന്നത് നമ്മൾ സോളാർ വഴി ആയിരിക്കും. അപ്പോൾ അതൊക്കെ എന്താ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റ് ആംപ്ലിഫയർ എങ്ങനെ അസംബിൾ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്. FM ആംപ്ലിഫയർ ആണ്. അതിൽ തന്നെ നമുക്കൊരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ ആഡ് ചെയ്യും വേണം. അപ്പോൾ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരമുള്ള ആളൊന്നല്ല, നമ്മളെ തൊട്ടടുത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന പുള്ളിയാണ്. പുള്ളിക്ക് ഞാനൊരു വർഷം മുന്നേ ഞാനൊരു FM റേഡിയോ സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. നമ്മളെ കാർ സ്റ്റീരിയോയിൽ ഒരു ആൻ്റനയൊക്കെ പുറത്തിട്ടിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈയിടെയായിട്ട് ഇപ്പോൾ 5G ഒക്കെ വന്നതിന് ശേഷം സിഗ്നൽ വളരെ കമ്മിയാണ്. അപ്പോൾ പുള്ളിക്കത് മാറ്റണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഐഫൈ സിസ്റ്റങ്ങളുടെയൊക്കെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിലൊക്കെ FM എടുത്തപ്പോൾ പുള്ളിക്ക് അതൊന്ന് വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അത്രയ്ക്ക് വലുത് വേണ്ട, അവിടെ വെക്കാൻ ബുദ്ധിമുട്ടാണ്, കാണാൻ ലുക്കൊന്നും വേണ്ട, നമുക്കത് വർക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആംപ്ലിഫയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന മദർ ബോർഡ് ഏതാണ്, അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന FM ബോർഡ് ഏതാണ്, അത് എങ്ങനെയാണ് അസംബിൾ ചെയ്യുക, അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നമുക്ക് 1-2 വർക്കുകൾ പെൻഡിങ് ഉണ്ട്. പിന്നെ 2-3 മദർ ബോർഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ലാപ്ടോപ്പിൻ്റെ പവർ ഐസി ഷോർട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു Canon 1618 വിൻഡോസ് 11 Pro എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഓൾറെഡി ഇതിൻ്റെ ട്യൂണറും കാറ്ററേജിനും കാര്യങ്ങളൊക്കെ സ്റ്റക്കാണ്. അപ്പോൾ അതും നമുക്ക് എന്താണെന്നുള്ളത് പരിഹരിക്കണം. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ മുന്നേ ഞാനൊരു HP 1000Bയിൽ എങ്ങനെയാണ് വിൻഡോസ് 11 Pro ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് കാണിച്ചിരുന്നു. അത് നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതും നമുക്ക് ചെയ്യാണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ആംപ്ലിഫയറിന് യൂസ് ചെയ്യുന്ന മദർ ബോർഡ് ഏതാണെന്ന് നോക്കാം. ആ ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്ന ബോർഡ് ഓഡിയോ ബോർഡ് ഈ ഒരു ബോർഡാണ്. അതേപോലെ തന്നെ ഇത് നമ്മൾ ഇതിന് യൂസ് ചെയ്യണത് ഞാൻ 1230 ബോർഡിൻ്റെ പെർഫോമൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ബാറ്ററിയിൽ നിന്ന് കൊടുക്കണം. അതായത് നമ്മൾ വെഹിക്കിളിലൊക്കെ വരുന്ന ബാറ്ററി 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ പെർഫോമൻസ് കിട്ടുള്ളൂ. നമ്മൾ ട്രാൻസ്ഫോമർ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും ഒരു 5 ആംസിൻ്റെ താഴേക്കാണെങ്കിൽ ഇതിൽ ബേസിന് എഫക്റ്റിൽ മാറ്റം വരും. അപ്പോൾ ഞാനിപ്പോൾ പുള്ളിക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഞാനൊരു 3 ആംസിൻ്റെ ഒരു SMPS വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ആംപ്ലിഫയർ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെയും അതുപോലെ തന്നെ SMPSൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലത്തെ 2 സോളാർ പാനൽ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയ വീഡിയോയിൽ അവസാനം കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ വോൾട്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പാസിറ്റർ എടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പാസിറ്ററിൽ വഴി ഈ ഒരു കപ്പാസിറ്ററും ഈ ഒരു 2 സോളാർ പാനലും വഴി നമുക്ക് എങ്ങനെയാണ് ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യാൻ നോക്കാം. അതായത് പകൽ സമയങ്ങളിൽ മാത്രമുള്ളൂ വർക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മൾ അസംബിൾ ചെയ്യാൻ പോകുന്ന ആംപ്ലിഫയറിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഓഡിയോ ബോർഡ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ലെഫ്റ്റ് റൈറ്റിനും വേണ്ടിയിട്ട് ഡബിൾ IC ആണ്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽറ്റർ സെക്ഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത് കെൽട്രോൺ കപ്പാസിറ്ററാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റിനും വേണ്ടിയിട്ടും കപ്പാസിറ്ററുകൾ യൂസ് ചെയ്തിട്ടുള്ളത് കെൽട്രോൺ കപ്പാസിറ്ററുകളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല PCB ആണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വോളിയം കൺട്രോൾ, ട്രബിൾ കൺട്രോൾ, ബാസ് കൺട്രോൾ, ബാലൻസ് കൺട്രോൾ, ഇതൊക്കെ നമുക്ക് ത്രെഡ് ഐസ് വരുന്ന വോളിയം കൺട്രോളുകളാണ്. അപ്പോൾ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ബോർഡാണ്. അതുപോലെ തന്നെ ഒരു 3 ഇഞ്ച് നീളം, അതുപോലെ തന്നെ 2 ഇഞ്ച് വീതിയൊക്കെ വരുന്ന ഒരു ഹീറ്റ് ആണ്. നല്ല കട്ടി കൂടിയിട്ടുള്ള ഒരു ഹീറ്റ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുമ്പൊക്കെ ഞാൻ 1230 IC വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് കാലങ്ങളിൽ ഓട്ടോയിൽ അതുപോലെ തന്നെ ഡെക്കുകളിലൊക്കെ ഈ ഒരു IC ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബേസും കാര്യങ്ങളും ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി തന്നെ ഒരു പ്രത്യേക തരം ഒരു ഓഡിയോ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മാർക്കറ്റിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടാറില്ല. ഈ 1230 IC നമുക്കിതിൻ്റെ ഒറിജിനൽ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റ് വരുന്നുണ്ട്. ഒറിജിനലൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് വർഷങ്ങളോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യാറുള്ളത് 44-40 IC വെച്ചിട്ടാണ്. അതും ഒറിജിനൽ വാങ്ങിക്കാൻ കിട്ടാറില്ല. അത് നമുക്ക് സാനിയോൻ്റെയൊക്കെ ഒറിജിനൽ ICക്കൊക്കെ 400 രൂപ ഉണ്ടായിരുന്നു ഒരു 4-5 വർഷം മുന്നേ. ഇപ്പോഴൊക്കെ നമുക്കൊരു 60 രൂപക്ക് കിട്ടും, അതിൻ്റെ കോപ്പി ആയിരിക്കും. അപ്പോൾ 44-40 IC ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ചില ആളുകൾക്കൊന്നും അത് തൃപ്തിപ്പെടാറില്ല. അപ്പോൾ ഇതൊരു ബഡ്ജറ്റിൽ ചെയ്താൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമുക്കിതിപ്പോൾ മാർക്കറ്റിൽ വന്നതായിട്ട് അറിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇത് കുറേ വർഷങ്ങളോളമായിട്ട് ഞാനിതിപ്പോൾ യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് USB മൊഡ്യൂൾക്ക് വേണ്ടിയിട്ടുള്ള 5 വോൾട്ട് സെക്ഷനിലേക്കുള്ള റെഗുലേറ്റർ IC ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെനർ ഡയോഡും ഉണ്ട്. അപ്പോൾ അത്രയും നല്ല രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം.
അതുപോലെ തന്നെ ഇതിൽ ഞാൻ FM-ന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സാംകോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു FM ബോർഡാണ്. ഈ ബോർഡിനെ കുറിച്ചിട്ടും ഇത് യൂസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് സ്റ്റീരിയോ ആണ് വരുന്നത്. ഇത് നമുക്ക് സോണിയാണ് ഇതിൻ്റെ IC വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം നോക്കണം. സോണി അല്ലെങ്കിൽ സാംസങ് അല്ലെങ്കിൽ പാനസോണിക്, ഈ 3 കമ്പനിയാണ് ഈ ഒരു FM-ന് വേണ്ടിയിട്ടുള്ള IC വരുന്നത്. ഇത് നമുക്ക് കോപ്പി വാങ്ങിക്കാൻ കിട്ടും, ഒരു 30 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ IC മാത്രം. പക്ഷേ അത് നമുക്കൊരു ക്വാളിറ്റി ഉണ്ടാവില്ല. നിങ്ങൾക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. ഇതിൽ സോണിയാണ് ഇതിൽ IC യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ബോർഡിന് പിന്നെ കൂടുതൽ റേറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഒരു USB മൊഡ്യൂളാണ്. ഇത് പുള്ളി പറഞ്ഞിട്ടൊന്നുമില്ല, പുള്ളിക്ക് FM മാത്രം മതി എന്നാണ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുള്ളി പിന്നെ USB മൊഡ്യൂൾ വേണമെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് ഇതുപോലെ പിന്നെ USB മൊഡ്യൂൾ നമ്മളുടെ അടുത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു വൃത്തി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും USB മൊഡ്യൂൾ വെച്ച് കൊടുക്കണം. ഭാവിയിൽ പുള്ളിക്ക് ചിലപ്പോൾ ഒരു ബ്ലൂടൂത്ത് വഴി പാട്ട് കേൾക്കണമെന്നെങ്കിലോ അല്ലെങ്കിൽ ഒരു പെൻ ഡ്രൈവോ അല്ലെങ്കിൽ മെമ്മറി കാർഡൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് 2ാം പണിയാവും അത് പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത്. അപ്പോൾ ഇതിന് നമുക്കധികം റേറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് ഓൾറെഡി ഞാൻ പുള്ളിനോട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളതായിട്ടുള്ള ഒരു ഇതിന് ചെയ്ത് കൊടുക്കുകയാണ്. പുള്ളിക്ക് ഇപ്പോൾ ആകെ റേറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബോർഡ് മാത്രമാണ്. ബാക്കിയൊക്കെ നമ്മുടെ അടുത്തുള്ള യൂസർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ അത് നമുക്ക് അതുപോലെ തന്നെ പുള്ളിക്ക് ഞാനൊരു ഓക്സ് ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും പുള്ളി ആവശ്യപ്പെട്ടിട്ടില്ല. എന്തായാലും ഇതൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പിന്നെ 2ാമതൊന്ന് പുള്ളിക്ക് ഇത് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനൊന്നും നമുക്ക് ഫസ്റ്റ് നമ്മൾ അസംബിൾ ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അസംബിൾഡ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതിൽ നമ്മൾ ക്യാബിനറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോക്സാണ്. ഈ ബോക്സിൽ നമുക്ക് ഈ നോബിൻ്റെ ഭാഗം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്തതിന് ശേഷം ഇതിലാണ് നമ്മളത് ഫിക്സ് ചെയ്യണത്. അപ്പോൾ നമുക്കതൊക്കെ എങ്ങനെയൊക്കെയാണ് നോക്കാം. അതുപോലെ തന്നെ ഇതുപോലുള്ള വർക്കിനൊക്കെ നമ്മൾ സോൾഡറിംഗ് ആണ് ഉപയോഗിക്കുമ്പോൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോൾഡറിംഗ് ആണ് കേട്ടോ. നമ്മൾ ലെഡ് വെച്ചിട്ട് സോൾഡർ ചെയ്യുന്ന സോൾഡറിംഗ് ആണ് ഒരിക്കലും ഇതുപോലെ ഉപയോഗിക്കരുത്. പിന്നെ നമുക്കത് പ്രോപ്പറായിട്ട് നമുക്ക് സോൾഡർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു എക്സ്ട്രാ ഒരു സോൾഡറിംഗ് ആണ്. ഇതുപോലുള്ള വർക്കിനൊക്കെ നമ്മൾ ഒന്ന് മാറ്റി വെക്കണത് നല്ലതാണ്. അങ്ങനെ നമ്മൾ ബോക്സിനകത്ത് നമ്മൾ ബോർഡ് അതുപോലെ തന്നെ USB മൊഡ്യൂൾ FM ബോർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. FM ബോർഡിന് നമുക്കൊരു സ്വിച്ച്
കൊടുത്തിട്ടുണ്ട്, ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇവിടെ ഒരു സെലക്ടർ സ്വിച്ച് വെക്കണം. നമുക്ക് ഓക്സിലേക്കും അതുപോലെ തന്നെ USB മോഡിലേക്കും പിന്നെ FM ബോർഡിലേക്കും സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെലക്ടർ സ്വിച്ച് ഇവിടെ വെക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ സോൾഡറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ബോർഡിൻ്റെ കൂടെ വന്നിട്ടുള്ള വയർ ലെങ്ത്ത് വളരെ കമ്മിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ജോയിൻ്റ് അടിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഇടേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ വയറുകൾ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റീസോൾഡർ ചെയ്തിട്ട് വേറെ വയർ മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ വയറിങ് ഇൻസ്ട്രക്ഷനൊന്നും ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ കൂടെ വരുന്ന റെസിപ്റ്റ് വരും, ഇതിൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് എങ്ങനെയാണ് വയറിങ് കൊടുക്കേണ്ടതെന്നുള്ള രീതിയൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 12 വോൾട്ട് DC കൊടുക്കാനുള്ള സെക്ഷനാണ്. ഇത് നമുക്ക് 12 വോൾട്ടിന് ഇവിടുന്ന് നമുക്ക് ഒരു ഡയോഡ് സെക്ഷനൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നല്ല പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നമുക്ക് സ്പീക്കർ ലെഫ്റ്റ് റൈറ്റിക്കുള്ള സ്പീക്കർ ഔട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ഈ ഗ്രീന് വരുന്നത് പ്ലസും ബ്ലാക്ക് വരുന്നത് മൈനസുമാണ്. അത് നിങ്ങൾ മാറാതെ ശ്രദ്ധിക്കുക. അത് മാറിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിക്ക് ഡിഫറൻസ് വരും. അതുപോലെ തന്നെ ഇത് നമുക്ക് ഈ ഒരു ഗ്രേ കളറും ബ്ലാക്ക് കളറും വരുന്നത്, ഇത് രണ്ടും വരുന്നത് നമുക്ക് USB മോഡ്യൂൾക്കുള്ള 5 വോൾട്ടാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ 5 വോൾട്ടിൻ്റെയും FMൻ്റെയും നമുക്ക് ഇതിലേക്കുള്ള ഇൻപുട്ട് വരുന്ന സെക്ഷൻ ഈ ഒരു ഭാഗമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ വയറുകളൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യാം.
അങ്ങനെ നമ്മൾ സ്പീക്കർ വയർ അതുപോലെ തന്നെ പവർ സപ്ലൈ വയർ നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. 5 വോൾട്ട് സെക്ഷനിൽ നമുക്ക് പിന്നെ അതും നമുക്ക് ലെങ്ത്ത് നമുക്ക് ഇല്ലാത്തത് കാരണം ഞാൻ അതും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 3 വയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആംപ്ലിഫയർക്കുള്ള ഇൻപുട്ട് സെക്ഷനാണ്. ഇതും നമുക്ക് ലെങ്ത്ത് ഇല്ല. ഇതിനിപ്പോൾ ലെങ്ത്ത് ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും ഇതുപോലുള്ള വയറുകൾ യൂസ് ചെയ്യരുത്. ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ ഷീൽഡ് വയർ യൂസ് ചെയ്യണം. ചില ആളുകൾ ഇതുപോലുള്ള വയർ യൂസ് ചെയ്യാറുണ്ട്, അതും ചെയ്യരുത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു വയറാണ്. ഇത് നമ്മുടെ ഹെഡ്സെറ്റിലൊക്കെ വരുന്ന വയറാണ്. ഇതും പ്രോപ്പറായിട്ട് നല്ലതാണ് എന്നല്ല ഉദ്ദേശിച്ചത്. നമുക്ക് പഴയ ട്രൈപ്പർക്കാറിലൊക്കെ വരുന്ന ഹെഡിലേക്കൊക്കെ വന്നിട്ടുള്ള ഷീൽഡ് വയർ ഉണ്ടല്ലോ, നെറ്റ് വഴി വരുന്നത്, അത് വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു മീറ്റർ 1/2 മീറ്ററൊക്കെ വാങ്ങിച്ചാൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഹെഡ്സെറ്റിലേക്ക് വരുന്ന പിന്നെ കേബിളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 കേബിളും ഇതുപോലെ റിമൂവ് ചെയ്തിടാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വയർ സോൾഡർ ചെയ്യുന്ന സമയത്ത് പരസ്പരം മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പരസ്പരം ഷോർട്ടാവാതെയും ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ സെൻറ്ററിൽ വരുന്നതാണ് ഗ്രൗണ്ട്, ഇത് ലെഫ്റ്റും റൈറ്റും ഓഡിയോ സിഗ്നൽ. അത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് മറന്നു പോകുകയാണെങ്കിൽ ആ സെൻറ്ററിൻ്റെ സർക്യൂട്ട് ഏത് രീതിയിലാണ് പോകുന്നത് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ സെൻറ്ററിലുള്ള സർക്യൂട്ടാണ് ഈ ഒരു ട്രാക്ക്. ഈ ട്രാക്ക് ഇങ്ങനെ പോയിട്ട് ഈ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. അതായത് നമ്മളെ 7805 സെൻറ്ററിലുള്ള ഗ്രൗണ്ടിലേക്കാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം ഈ സെൻറ്ററാണ് ഗ്രൗണ്ട് എന്നുള്ളത്. ഇത് രണ്ടും ലെഫ്റ്റും റൈറ്റും. അപ്പോൾ അത് മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം FM ബോർഡിലേക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷം FM ഒക്കെ ഓക്കെ ആയിട്ട് സ്റ്റേബിളായി കഴിഞ്ഞാൽ നമുക്ക് USB മൊഡ്യൂളും അതുപോലെ തന്നെ FM ബോർഡിലേക്കുള്ള പവറും കാര്യങ്ങളൊക്കെ ഓണാക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു സെലക്ടർ സ്വിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ FM ബോർഡ് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഏറെക്കുറെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കൂടുതൽ ലെങ്ത്ത് കൂടാനും ചാൻസ് ഇല്ല. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ക്വിക്കായിട്ടൊന്ന് ടെസ്റ്റിങ് അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാനിവിടെ സെലക്ടർ സ്വിച്ച് ഓൾറെഡി ഞാനിവിടെ തിരഞ്ഞിട്ട് കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വാങ്ങിക്കേണ്ടി വരും. ഓൾറെഡി 2 സെലക്ടർ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഞാൻ ഒരു ഓക്സ് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഡിവൈസുക്കുള്ള 3 ഡിവൈസുക്ക് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ച് വേണം. 8 ലെഗ് വരുന്ന സ്വിച്ചാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ പിന്നെ ഈ ഒരു ബോർഡ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ നമുക്കിതിൽ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്കിത് ഓൾറെഡി അറിയാം. അത് കാരണം ഞാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നമുക്കിതിൽ വരുന്നത് 12 വോൾട്ട് വരുന്നത്. ഇനിയിപ്പോൾ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റെസിസ്റ്റർ വരുന്നുണ്ട്. ആ റെസിസ്റ്ററിൻ്റെ ലെഗ് ഫസ്റ്റ് വരുന്നത് നമുക്ക് 12 വോൾട്ട് പ്ലസ് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇനിയിപ്പോൾ അതും അറിയില്ല, അതിൻ്റെ ഡയഗ്രാമും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ IC നമ്പർ ഡാറ്റ ഷീറ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കാരണവശാലും മാറിപ്പോകരുത്. മാറിപ്പോയി കഴിഞ്ഞാൽ IC ബേൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ FM ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊരു പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ളൊരു അസംബ്ലിങ് അല്ല. ഇതെന്തായാലും നിങ്ങൾ മെറ്റൽ ബോർഡ് തന്നെ യൂസ് ചെയ്യുക. ഇത് പ്രോപ്പറായിട്ട് നമ്മൾ മെറ്റൽ ബോർഡിൻ്റെ അകത്ത് നമുക്ക് ഹീറ്റ്സിങ്ങിൻ്റെ ഈ ഭാഗത്തുനിന്ന് നമ്മളൊരു പിന്നെ ജമ്പർ കൊടുത്തിട്ട് അത് എർത്ത് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇടണം. FM കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നോയ്സ് അതുപോലെ തന്നെ അമ്പിങ് കാര്യങ്ങളൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ നിങ്ങൾ FM ആണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ ആ പുള്ളിക്ക് പിന്നെ ബഡ്ജറ്റ് കമ്മിയായിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യുകയാണ്. എന്തായാലും നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് എന്തെങ്കിലും നോയ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്കിത് ചിലപ്പോൾ മെറ്റൽ ബോഡി തന്നെ ഉപയോഗിക്കേണ്ടി വരും. ആംപ്ലിഫയർ ഏതോ ആയിക്കോട്ടെ, നമുക്ക് പിന്നെ അതിൽ AC നമുക്ക് DC ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ബോഡിയിൽ എർത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അത് നമ്മൾ DC നമ്മൾ ബാറ്ററി കാര്യങ്ങൾ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നോയ്സ് കാര്യങ്ങളൊന്നും കയറി വരില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മളടുത്ത് ചെയ്യാനുള്ളത് നമുക്ക് ഈ ബോർഡിൽ നിന്ന് FM ബോർഡിലേക്കുള്ള പവർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ FM ബോർഡിലേക്കുള്ള പവർ കൊടുക്കാൻ പോവുകയാണ്. ആക്ച്വലി ഈ ഒരു FM ബോർഡ് നമുക്ക് 6 വോൾട്ട് മുതൽ 9 വോൾട്ട് 12 വോൾട്ട് 24 വോൾട്ട് വരെ നമുക്ക് കൊടുക്കാം. നിങ്ങൾ 6 വോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു റെസിസ്റ്ററിൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ കൊടുക്കണം. നമ്മൾ 12 വോൾട്ടോ 24 വോൾട്ടോ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്ററിൻ്റെ ഈ ഒരു ലെഗിൽ കൊടുക്കണം. അപ്പോൾ ഞാനത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ റെസിസ്റ്ററിൻ്റെ ഇൻപുട്ട് സെക്ഷൻ, ഇതാണ് റെസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് സെക്ഷൻ. അപ്പോൾ നമ്മൾ 6 വോൾട്ട് ആണെങ്കിൽ നമ്മൾ നേരിട്ട് ഇതിൽ കൊടുത്താൽ മതി. അതല്ല നമ്മൾ പിന്നെ 9 വോൾട്ടോ 12 വോൾട്ടോ 24 വോൾട്ടോ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ലെഗിൽ കൊടുക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിനി നമ്മൾ ചെയ്യുന്നത് FM ബോർഡിൻ്റെ പവർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബോർഡിൽ തന്നെ നമുക്ക് 2 ഫിൽറ്റർ കപ്പാസിറ്റർ വരുന്നുണ്ട്. അതിലൊരു ഫിൽറ്റർ കപ്പാസിറ്ററിൻ്റെ ലെഗിലാണ് നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്നത്. പോസിറ്റീവ് ടെർമിനലിനെ കൊടുക്കണമെന്ന് നോക്കണം പ്രത്യേകം, മാറിപ്പോകരുത്. മാറിപ്പോയി കഴിഞ്ഞാൽ FM ബോർഡ് ബേൺ ആവാൻ ചാൻസ് ഉണ്ട് എന്നല്ല, ചാൻസാണ്. കാരണം അതിൽ പ്രൊട്ടക്റ്റും കാര്യങ്ങളൊന്നുമില്ല. പൊളാരിറ്റി മാറിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ IC പോകും. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് USB മോഡ്യൂളിലേക്കുള്ള 5 വോൾട്ട് കൊടുക്കേണ്ട സെക്ഷനാണ് ഇത് മാറിപ്പോകരുത്. പൊളാരിറ്റി മാറാതെ, പൊളാരിറ്റി മാറിക്കഴിഞ്ഞാൽ മില്ലി സെക്കൻഡ് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ബേൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്വിക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഒരു സെലക്ടർ സ്വിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ പവർ കേബിളും അതുപോലെ തന്നെ ഔട്ട്പുട്ട് സിഗ്നൽ കേബിളും ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ഞാൻ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഞാൻ FM ബോർഡിലേക്കാണ് ആംപ്ലിഫയറിൻ്റെ പിന്നെ ഇൻപുട്ടിലേക്കുള്ളത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആംപ്ലിഫയർ ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്തെങ്കിലും നോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് FM ബോർഡ് കൊടുക്കുമ്പോൾ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലൂടൂത്ത് മോഡ് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ആംപ്ലിഫയറിൻ്റെ സെക്ഷനൊക്കെ എങ്ങനെ നോക്കാം. അതിന് ശേഷം നമുക്ക് FM വെച്ചിട്ട് ട്യൂൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സോൾഡർ ചെയ്തത് നമ്മൾ റീസോൾഡർ ചെയ്യാണ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് സെക്ഷൻ നമ്മൾ ബോർഡിലേക്കുള്ള ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് സോൾഡർ ചെയ്യണമെന്നല്ല, നമ്മൾ ആംപ്ലിഫയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്യണം. നമുക്കത് ഇവിടെ സെലക്ടർ സ്വിച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്തേക്കാണ് ഈ ഒരു കണക്ഷനൊക്കെ വരിക. അപ്പോൾ ഇത് നിങ്ങൾ മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ആംപ്ലിഫയറിൻ്റെ ലെഫ്റ്റ് റൈറ്റും ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് സെൻറ്ററിൽ വരുന്നത് ഗ്രൗണ്ടാണ്. ഇത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി മദർ ബോർഡിലേക്ക് നമുക്ക് പിന്നെ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് നമ്മൾ ഗ്രൗണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്കുള്ള 5 വോൾട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു 7805ൻ്റെ ഒരു റെഗുലേറ്റർ IC ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിൽ നമ്മൾ നോക്കിയിട്ട് 5 വോൾട്ട് അവിടെ സോൾഡർ ചെയ്തു. അതിന് ശേഷം ഗ്രൗണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെയും ഞാൻ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ആംപ്ലിഫയർ സെക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വയറിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കണം. നമുക്കിതൊരു കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ FM ആണ്. അപ്പോൾ നമ്മൾ FM ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് മൊഡ്യൂളാകുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. 5 വോൾട്ട് വരുന്നത് പൊളാരിറ്റി മാറാതെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരിക്കലും ഇതുപോലെ സ്ലീവ് നോക്കിയിട്ട് ഒരിക്കലും ചെയ്ത് ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും 5 വോൾട്ട് പ്ലസ്.
അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ കൊടുക്കണം. ഒരിക്കലും പൊളാരിറ്റി മാറിപ്പോകരുത്. മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഡെഡ് ആകും. അപ്പോൾ നമ്മൾ കൊടുത്ത ഭാഗം ഒന്നും കൂടി കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ നമ്മളിവിടെ 5 വോൾട്ട് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിൽ നമ്മൾ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് DC 12 വോൾട്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 12 വോൾട്ട് വന്ന് കിടക്കുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് പ്രോപ്പറായിട്ട് നമ്മൾ SMPS വെച്ചിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ സ്പീക്കർ വയർ കാര്യങ്ങളൊക്കെ ഷോർട്ടാണെന്നൊക്കെ നോക്കണം. ഇതുപോലുള്ള സെറ്റുകൾക്കൊന്നും പെട്ടെന്ന് ഷോർട്ടായി കഴിഞ്ഞാലൊന്നും സംഭവിക്കില്ല. Hi-Fi സിസ്റ്റങ്ങളൊക്കെ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്പീക്കർ വയർ ഷോർട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. IGBT എന്ന് പറയുന്നത് STK പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആംപ്ലിഫയർക്കുള്ള 12 വോൾട്ട് DC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലൂടൂത്ത് മൊഡ്യൂൾ 5 വോൾട്ട് വന്നൊക്കെ ഓണ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്കൊരു സ്പീക്കർ വയർ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു സൈഡ് സ്പീക്കർ മാത്രം ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്യണത് നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഫൈനലി നമുക്ക് 2 സ്പീക്കർ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ആംപ്ലിഫയർ സെക്ഷൻ ഓക്കെ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഒരു സ്പീക്കർ മാത്രം ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഒരു സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മളെ USB മൊഡ്യൂൾ ഇവിടെ ഓണാണ്. നമ്മളിപ്പോൾ വോളിയം ഫുൾ വോളിയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കെൽട്രോൺ കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു നോയ്സോ ഒരു അമ്മിങ്ങോ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള സൗണ്ടും ഇല്ല. ഇനി ഞാൻ പിന്നെ സിഗ്നൽ സെക്ഷനിൽ ഞാൻ ജസ്റ്റ് കൈ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ സ്പീക്കർ കൊടുത്തിട്ടില്ല. അത് കാരണമാണ് അത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിലാണല്ലോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഐസിയുടെ കാര്യങ്ങളൊക്കെ ചാനൽ 2 ലെഫ്റ്റ് റൈറ്റൊക്കെ ഓക്കെ ആണെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു പെൻ ഡ്രൈവ് കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പെൻ ഡ്രൈവ് കൊടുക്കാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഈ ഒരു രീതിയാണ്. ബാക്കിൽ സ്പീക്കർ വയറൊക്കെ ഷോർട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വലിയുള്ള ഒരു സൗണ്ട് വന്നല്ലോ, അത് ഈ USB മൊഡ്യൂളിൻ്റെ ഒരു ഇതാണ്. ഇത് ഏറ്റവും ലോക്കൽ USB മൊഡ്യൂളാണ്. അത് കാരണമാണ്. അല്ലാതെ അത് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമല്ല. FM mode, AUX mode, Bluetooth mode, play by USB drive. അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് മാത്രമുള്ള സ്പീക്കർ കൊടുത്തിട്ടുള്ളൂ. റൈറ്റ് സൈഡ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് എനിക്ക് കേൾക്കുന്ന പോലെയല്ല ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാതെ ലൈവായിട്ട് കേൾക്കുമ്പോഴുള്ള അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുക. பாதையில நித்தம் ஒரு சாது வீணாச யாரு யாரு பாடி பறந்தடி பாத மறந்தடி மானே പാടി ഇതിൽ നമ്മൾ USB മൊഡ്യൂൾ യൂസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ലോ ക്വാളിറ്റിയിൽ വരുന്നതാണ്. നമ്മളെ നാട്ടിലൊക്കെ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതല്ല. ഇത് നമുക്ക് ഓരോ സെറ്റിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മളത് ഇങ്ങനെ മാറ്റിക്കണം. അപ്പോൾ ഇത് ഞാൻ ആ പുള്ളിക്ക് ഏതായാലും വെറുതെ ഇവിടെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുകയാണ്. ഞാൻ പകാരിയുടെ USB മൊഡ്യൂളാണ് കാണിക്കുക. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ നെക്സ്റ്റ് സോങ് അടിക്കുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് വരുമ്പോൾ ആ ഗ്യാപ്പിൽ ഒരു വലിയുന്നൊരു സൗണ്ട് വരുന്നുണ്ട്. അതാണ് ഈ USB മൊഡ്യൂളിൻ്റെയൊക്കെ പ്രോബ്ലം. അതൊരു ഓഡിയോ ക്വാളിറ്റി ഒരു സ്മൂത്ത് ആയിട്ടില്ല. അപ്പോൾ പകാരിയുടെ പിന്നെ USB മൊഡ്യൂളാണ് ഞാൻ Hi-Fi സിസ്റ്റത്തിലൊക്കെ സാധാരണ വെച്ച് കൊടുക്കാറ്. അപ്പോൾ നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ്. ബാസ് ട്രബിളൊക്കെ കറക്റ്റാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12:30
പിന്നെ ഐസിയുടെ പ്രത്യേകത എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്പീക്കറിലാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ലെഫ്റ്റ് സൈഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഈ സ്പീക്കറിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആംപ്ലിഫയറിൻ്റെ ഭാഗം ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് FM കണക്ട് ചെയ്തിട്ട് FM-ൻ്റെ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ 1230 ഓഡിയോ ഐസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറക്റ്റ് ബാസ് കറക്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹൈഫൈ സിസ്റ്റത്തിൽ നിന്ന് കേൾക്കുന്ന അതേ ഫീലാണ്. ഈ ബോർഡ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കോയമ്പത്തൂരിൽ നിന്നാണ്. കോയമ്പത്തൂരിൽ നിന്ന് JJ ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ ഞാൻ കൊറിയർ അയച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1200 നമുക്ക് 1440 നമുക്ക് 44-40 നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെറും 650-450 ഒക്കെ നമുക്ക് ഡബിൾ ഐസി വെച്ചുള്ളത് കിട്ടും. അപ്പോൾ ഈ ഒരു ബോർഡിന് മാത്രം 1200 റേറ്റ്. അതുപോലെ തന്നെ FM ബോർഡിന് റേറ്റ് വരുന്നത് 120 നമുക്ക് 80 രൂപക്കോ 60 രൂപക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ സോണി ഐസി വെച്ചിട്ടുള്ളതാകുമ്പോൾ ഒന്നും കൂടി ക്വാളിറ്റി കാരണം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ FM ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് FM ബോർഡിൻ്റെ ആൻറ്റന വയർ സോൾഡർ ചെയ്യാണ്. അങ്ങനെ നമ്മൾ ആൻറ്റന വയറും സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ FM ബോർഡിൽ ചെയ്യേണ്ട എല്ലാ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പവർ കൊടുത്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ സ്പീക്കർ വയറൊന്നും കണക്ട് ചെയ്തിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പവറൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ആക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നമ്മൾ മൊത്തത്തിലൊന്ന് കണ്ണോടിക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടോ നോക്കുക. അതിന് ശേഷം പവർ ഓൺ ആക്കുക. ഇവിടെ നമ്മൾ കൊടുത്ത ഭാഗത്ത് പൊളാരിറ്റി മാറിക്കണമെന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പവർ ഓൺ ആക്കാൻ പോവുകയാണ്. പവർ സപ്ലൈ ഓണാണ്. അതിൽ ഗ്രീൻ LED വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ FM ബോർഡിലും ഒരു റെഡ് LED വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഓഫ് ചെയ്തതിന് ശേഷം സ്പീക്കർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ആൻറ്റന വയർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ പവർ ഓൺ ആക്കുന്നതിൻ്റെ മുന്നേ ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡ് സ്പീക്കറാണ്. ലെഫ്റ്റ് സൈഡ് സ്പീക്കർ നമ്മൾ ആ ഒരു സ്പീക്കർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് സ്പീക്കർ ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്പീക്കർക്കാണ്. അതുപോലെ തന്നെ ആൻറ്റന ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഇതുപോലൊരു കേബിൾ പുറത്തേക്ക് ഇട്ടിട്ട് ഈ ഒരു കേബിളിൽ ഞാൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇതവിടെ ഒരു V ഷേപ്പ് വരുന്ന ഒരു ആൻറ്റനയാണുള്ളത്. അപ്പോൾ നമുക്ക് പവറൊന്ന് ഓൺ ചെയ്യാം. ഞാൻ ക്യാമറ പ്ലേസ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പവർ ഓൺ ആക്കാൻ പോവാണ്. പവർ ഓൺ ചെയ്തപ്പോൾ FM-ൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വോളിയം കൂട്ടാൻ പോവാണ്. .7 FM, Radio Mirchi, New Jersey, South Asia's #1 radio station. Also available on 103.3 FM HD2. It's hot. നന്നായി. ബിന്ദു അന്ന് ഏത് പാട്ടാ ആവശ്യപ്പെട്ടേ? ഗാനോത്സവം. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട പ്രിയ ഗാനങ്ങൾ അങ്ങനെ ഉണ്ടാവാറില്ല. നിങ്ങൾ ഒരു കോപ്പി പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ നിയമവിധേയമായി സാധിക്കില്ല. നേരെ മറിച്ച് അത്തരത്തിൽ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയുള്ള സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ആ സോഴ്സ് കോഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രോഗ്രാം എന്ത് വെച്ചാണോ എഴുതിയിരിക്കുന്നത് ആ എഴുതിയതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് അതുപോലെ എടുത്ത് നിങ്ങളുടെ ആവശ്യം लोका समस्ता जो सुनता है सबकी करें उसका ध्यान दे उसका नाम 92.7 FM रेडियो मिर्ची न्यू जर्सी साउथ எப்போதும் தொடர்ந்து வரும் 93.5 எங்கள் உலகிலே இளம் புதுமை எங்கள் இசையிலே என்றும் இளமை சூரியன் FM 93.5 അപ്പോൾ നമ്മളെ FM-ൻ്റെ ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ USB മൊഡ്യൂൾക്കുള്ള സ്വിച്ച് സെലക്ടർ സ്വിച്ച് കൊടുക്കുന്നതിന് ശേഷമുള്ള ഇനി ബാക്കി വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുക. അതുപോലെ തന്നെ ഇത് നമ്മൾ പവർ കൊടുക്കുന്നത് നമ്മൾ സോളാർ വഴി ആയിരിക്കും. അപ്പോൾ അതൊക്കെ എന്തായാലും ഞാനൊരു അടുത്ത വീഡിയോയിൽ എന്തായാലും കാണിക്കാം. പിന്നെ ഇനി എന്തായാലും ഞാനതൊരു വർക്ക്ഷോപ്പിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പ് തന്നെയാണ്. അവിടെ ഞാൻ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യണ ഒരു റീൽസ് വീഡിയോസിൽ ഞാനതൊക്കെ ഉൾപ്പെടുത്താം. ഞാനിതിൽ പവർ കൊടുക്കാൻ നോക്കുന്നത് ഞാൻ എന്തായാലും ഇപ്പോൾ ഞാനതിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ച് ഞാൻ ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ കൂടുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.